എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം PR മുരളി. എല്ലാവർക്കും പെർഫെക്റ്റ് നൊട്ടേഷൻസ് ട്യൂട്ടോറിയൽ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ഗാനം ഏതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് സമൂഹം എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി രചിച്ച് ശ്രീ ജോൺസൺ സംഗീതം ചെയ്ത് ശ്രീദാസേട്ടൻ പാടിയ തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി മുന്നാഴി കനവ് എന്ന ഗാനമാണ് ഞാൻ നിങ്ങളെ ഇന്ന് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് 86ാമത്തെ ഗാനമാണ്. 85 ഗാനങ്ങളും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുമായിട്ട് 82 83 വെച്ച് ഞങ്ങൾ തരങ്ങണിയിൽ വെച്ച് അദ്ദേഹം ആദ്യമായിട്ട് പാട്ട് എഴുതാൻ വേണ്ടി വന്നപ്പോഴുള്ള ബന്ധമാണ്. ശ്രീ ജോൺസണായിട്ട് മദ്രാസിലുള്ള സമയത്ത് 1980 ഞാൻ മദ്രാസിൽ 5 വർഷം സിനിമയിൽ വായിക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ വെച്ചാണ് ജോൺസനെ ഞാൻ പരിചയപ്പെടുന്നത്. ജോൺസൻ്റെ നാട് തൃശ്ശൂരാണ്. വോയിസ് ഓഫ് തൃശ്ശൂരിലെ മ്യൂസിക് ഡയറക്ടർ ആയിരുന്നു ജോൺസൺ. ഞങ്ങൾ ഇഷ്ടമാണ് പക്ഷേ എന്ന ഒരു ദേവരാജ മാഷ സംഗീതം ചെയ്ത സിനിമയുടെ റീ റെക്കോർഡിങ്ങിന് ആണ് അത് ജോൺസനാണ് റീ റെക്കോർഡിങ് ചെയ്തത്. സിനിമ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചെയ്യുന്ന മ്യൂസിക്. അതിനാണ് ഞാൻ ജോൺസൻ്റെ കൂടെ ആദ്യമായിട്ട് ഫ്ലൂട്ട് വായിക്കുന്നത്. പിന്നെ അതിന് ശേഷം കേൾക്കാത്ത ശബ്ദം, കന്നിപ്പൂമാനം, അങ്ങനെ കുറേ സിനിമകൾക്കെല്ലാം പിന്നെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഓർമ്മ ഞാൻ ഒന്ന് പങ്കുവെച്ചെന്ന് മാത്രം. ഇതിൻ്റെ ശ്രുതി സി ആണ്. ചില പാട്ടുകൾ യൂട്യൂബിൽ വരുമ്പോൾ അത് C ഷാർപ്പായിട്ടും കിടക്കുന്നുണ്ട്. അത് റെക്കോർഡ് ചെയ്യുമ്പോൾ കോപ്പി ചെയ്യുമ്പോൾ നോട്ട് കയറി പോകുന്നതാണ് സ്പീഡ് കൂടുമ്പോൾ. പിന്നെ സിനിമയിൽ പാട്ടെടുത്തിട്ട് ഇത്തിരി സ്പീഡ് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ചിലപ്പോൾ ഇത്തിരി സ്പീഡ് കൂട്ടിയിടും. അപ്പോൾ അന്നത്തെ കാലത്ത് ശ്രുതി അതിനനുസരിച്ചൊരു അരക്കട്ട കയറും. അതുകൊണ്ടാണ് പല പാട്ടുകളും C ഷാർപ്പ്, D ഷാർപ്പ്, F ഷാർപ്പ്, G ഷാർപ്പൊക്കെ വരുന്നത്. മദ്രാസിൽ അങ്ങനെ ചെയ്യാറില്ല. വളരെ റയറായിട്ട് മാത്രമേ ഷാർപ്പിന് ചെയ്യാറുള്ളൂ. മറ്റെല്ലാം C, D, E, F, G, A, B അങ്ങനെ എല്ലാം വൈറ്റ് കീല ചെയ്യാറുള്ളൂ. വളരെ റയർ സോങ്സ് മാത്രമേ ഇങ്ങനെ ഷാർപ്പിൽ ചെയ്യാറുള്ളൂ. ഇത് C ആണ് എൻ്റെ ശ്രുതി. പിന്നെ രാഗം നടഭൈരവി എന്ന് പറയും. താളം മിശ്രചാപ്പ്, അതായത് 7 അക്ഷരം, ഇംഗ്ലീഷിൽ 7/8 എന്ന് പറയും. നടഭൈരവി എന്ന് പറയുമ്പോൾ 2 ഫിംഗർ ഷഡ്ജമായുടെ സീഡ് ഫ്ലൂട്ടിലാണ് ഞാനിന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നത്. സാ രീ വലിയത് ചതുർശ്രീഷഭം, ഗാ സാധാരണ ഗാന്ധാരം. ആ ഫ്ലൂട്ടിൽ ഹാഫ് നോട്ട് വരും. മാ ശുദ്ധമധ്യമം ചെറുത്, പാ പഞ്ചമം, ധാ ശുദ്ധ ദൈവതം, അതും ഹാഫ് നോട്ട് വരും, ചെറിയ ദൈവതം. നീ ചെറിയ നിഷാദം. ഫ്ലൂട്ടിൽ അത് ഫുൾ നോട്ടാ വരിക. സാ അത് തന്നെ തിരിച്ചും. സാ ചെറിയ നീ, ചെറിയതാ ഹാഫ് നോട്ട്, പാ മാ ശുദ്ധ മധ്യമം ചെറുത്, ഗാ ചെറുത് ഹാഫ് നോട്ട്, രീ വലിയ ഋഷഭം
സാ. ഇതാണ് ഇതിൻ്റെ നടഭൈരവി രാഗത്തിൻ്റെ ആരോഹണം അവരോഹണങ്ങൾ. ഇതിൽ വലിയ ദൈവതം ഇടയ്ക്കൊന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. ചതുർശ്രുതി ദൈവതം രാഗത്തിലില്ലെങ്കിൽ പോലും ഒരു അനുസ്വരം കൊടുത്താലും വലിയ ദൈവതം ടച്ച് ചെയ്തിട്ടുണ്ട്. അല്ലാതെ വലിയ വ്യത്യാസങ്ങൾ ആഡിങ് ഒന്നുമില്ല. പൊതുവെ നടഭൈരവി രാഗത്തിൽ തന്നെയാണ് ഈ പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പം നടഭൈരവിയുടെ ഒരു ഫ്രെയിം അതിൽ വായിക്കാം. ആരോഹണം ആദ്യം വായിക്കാം. ഗാന്ധാരവും ദൈവതവും മാത്രമാണ് നമുക്ക് ഹാഫ് നോട്ട് വരിക ഫ്ലൂട്ടിൽ. അപ്പം ചെറിയൊരു ഫ്രെയിം ഞാൻ വായിക്കാം. പൊതുവെ ചെറിയ പാത്തസ്, ചെറിയൊരു ദുഃഖത്തിനൊക്കെ ഈ രാഗമാണ് സിനിമയിൽ ഉപയോഗിക്കാറ്, പാട്ടുകൾക്ക് റീ റെക്കോർഡിങ്ങൊക്കെ. ഇതിൽ ദൈവതം കൂടി, വലിയ ദൈവതം കൂടി അങ്ങനെ പനിദാസനി അങ്ങനെ ഒരു വലിയ ദൈവതം ടച്ച് വരുന്നുണ്ട് ഒരു സ്ഥലത്ത്. ഇങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മൾ താളം 7/8, 7 സ്വരം. 1 2 3 1 2 3 4 1 2 3 1 2 3 4 മിശ്രചാപ്പ് എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ പല്ലവിയിലേക്ക് പോകുമ്പോൾ തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി പാസാ നിധനി പപ പാസാ നിധനി പപ മാപ മാമാ ഗരിസ മാപ മാമാ ഗരിസ പാസാ നിധനി പപ നിധ ചെറുത ഹാഫ് നോട്ട് വരും. നിധനി പപ മാപ മാമാ ഗരിസ തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി. മുന്നാരി കനവ് മുന്നാരി കനവ് രീഗമാ ഗരിസ സാ 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 രീഗമാ ചെറിയ ഗായ എന്ന് പറഞ്ഞു. രീഗമാ ഹാഫ് നോട്ട് വരും. ഗ രീഗമാ ഗരിസ സാ 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 മുന്നാരി കനവ്. അപ്പൊ ചേർത്ത് വായിക്കാം. പസാ നിധനി പപ മാപ മാമാ ഗരിസ രീഗമാ ഗരിസ സാ 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 തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി മുന്നാരി കനവ്. ഒന്നിട്ട് വായിക്കാം. പിന്നെ അടുത്ത ലൈനിനും സ്വരങ്ങൾ ഇത് തന്നെയാണ്. തേ
തേനോലും പസാനിധനി പപ സാന്ത്വനമായി മാപമാഗരിസ ആലോലം കാറ്റ് ദീഗമാഗരിസ അപ്പോൾ രണ്ടു പ്രാവശ്യം വായിച്ചാൽ തൂമഞ്ചൻ നെഞ്ചിലൊതുങ്ങി മുന്നാഴി കനവെന്നും തേനോലും സാന്ത്വനമായി ആലോലം കാറ്റ്. അങ്ങനെ നമുക്ക് രണ്ടു പ്രാവശ്യം വായിക്കുമ്പോൾ നമുക്കത് ഇൻസ്ട്രുമെൻ്റിൽ അങ്ങനെ ഫീൽ ചെയ്തോളും. അപ്പോൾ രണ്ടു പ്രാവശ്യം വായിക്കാം. 1 2 3 1 2 3. സന്ധ്യ അതിനടുത്ത് കന കാറ്റ് സന്ധ്യ സരിസപ സന്ധ്യ സരിസപ രാഗവും തീരവും രാഗവും പസസരി വികസരി തീരവും പസസരി വികസരി രാഗവും തീരവും. വായിക്കാം. പിന്നെ വേർപിരിയും വേളയിൽ വേർപിരിയും പസസരി പസസ വേർപിരിയും രി പസസരി മഗമഗരി സരി മഗമഗരി സരി വേളയിൽ പസസരി മഗമഗരി സരി. എന്തിനിന്നും വന്നു നീ എന്തിനിന്നും റിമമപാപ റിമമപാപ എന്തിനിന്നും വന്നു നീ. പനിദസനിദ അവിടെയാണ് പനിദ പനിദസനിദ ചെറുതാപ്പ പനിദസനിദാപ്പ വന്നു നീ എന്തിനിന്നും വന്നു നീ. അപ്പോ പസസരി മഗമഗരി സരി ശ്രീമമ്മപ്പാപ്പ പണിദസനീത പണിദസനീത പണിദസനീതപ്പ. പൂന്തിങ്കളെ പൂന്തിങ്കളെ പരിപൂ നിഗരിക സ നിഗരിക സ തിങ്കളെ പൂന്തിങ്കളെ നീതാനിപ്പ അത്രയുണ്ട്. പൂന്തിങ്കളെ നീതാനിപ്പ
അത് കഴിഞ്ഞിട്ട് തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി മുന്നാഴി കനവ് അത്രയും വരും. അവിടെ മുന്നാഴി കനവ് എന്ന് പറയുന്നത് രീഗമപമ രീഗമപമ എന്നൊരു സംഗതി. രീഗമപമ മുന്നാരീഗമപമ ഗരി സ സ സ സ ഈ കനവ് രീഗമപമ ഗരി സ സ സ സ. അങ്ങനെ വരും. ഇതാണ് പല്ലവി. അപ്പം ഞാനിതൊന്നും മുഴുവനായിട്ട് വായിക്കാൻ ശ്രമിക്കാം. 1 2 3 1 2 3. ഇതാണ് പല്ലവി. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്നെല്ലാവരും ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വീണ്ടും നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് നമ്മുടെ ഈ പ്രോഗ്രാം വൻ വിജയമാക്കി തരണമെന്ന് ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ലൈക്കും ഷെയറിങ്ങും സബ്സ്ക്രൈബും എല്ലാം താരതമ്യേന കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്യണം. ഇനി ഇതിൽ മനസ്സിലാവാത്ത എന്തെങ്കിലും ഭാഗങ്ങളുണ്ടെങ്കിൽ എന്നെ താഴെ കാണുന്ന നമ്പറിൽ 9447200365 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ സംശയങ്ങളെല്ലാം തീർത്തു തരുന്നതാണ്. അപ്പോൾ ഇനി കൂടാതെ നിങ്ങൾക്ക് പഠിച്ച് ക്ലാസിക്കലായിട്ട് പഠിച്ച് അല്ലെങ്കിൽ പാട്ടായിട്ട് തന്നെ പഠിക്കണമെന്നുണ്ടെങ്കിലും ഈ നമ്പറിൽ വിളിച്ചാൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരുന്നതാണ്. ഇതിൻ്റെ അടുത്ത ഭാഗവും അനുബല്യവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.